ഇന്ന് സംസാരിക്കുന്നത് അനന്തപുരി ഹോസ്പിറ്റൽ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷിഫാസ് ബാബു. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രമേഹം ബാധിച്ച് കൈകാലുകൾ മുറിച്ചു കളഞ്ഞ ഒരു രോഗിയെക്കുറിച്ച്. പക്ഷേ ഈ കാലുകളിലേക്ക് വരുന്ന ബ്ലോക്കുകൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംപ്യൂട്ടേഷൻ വേണ്ടാന്ന് വയ്ക്കാം എന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ആ ഒരു ചികിത്സാ രീതി എന്താണ്? അതെ, ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രമേഹം കൂടി വരുവാണ്. അപ്പോൾ ഈ പ്രമേഹത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മ വരുന്നത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിന്റെ ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്നും അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ രക്തഓട്ടം കാലിലേക്കുള്ള നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രമേഹ രോഗികൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ 1-2 പേരുടെ കാലിൽ ആംപ്യൂട്ടേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അങ്ങനെയാണ് കണക്ക്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിട്ട് പ്രമേഹവും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അഡ്മിറ്റ് ആവുന്ന രോഗികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50% കൂടുതൽ ആൾക്കാർക്ക് ഈ രക്തോട്ടം കുറവായിരിക്കും, കാലിലേക്ക് രക്തോട്ടം കുറവായിരിക്കും. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രോഗികൾ ഈ ഒരു അവസാനം ഇതിൻ്റെ ബ്ലോക്കൊക്കെ വന്ന് ആ ഒരു മുറിച്ച് മാറ്റുന്ന ഒരു അവസ്ഥ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നത്. പലപ്പോഴും നമ്മൾ ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ പോയിട്ട് ആ ഒരു സ്റ്റേജിൽ അതിന് ശേഷം നമുക്കത് ആ കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലിട്ട് പോയിട്ട് ആംപ്യൂട്ടേഷനിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രമേഹം ഉണ്ടെന്ന് പോലും ഈ രോഗികൾക്ക് അറിയാത്ത, ചിലപ്പോൾ അറിയുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴായിരിക്കും പ്രമേഹം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതെങ്കിലും പ്രമേഹം ഇല്ലാത്ത രോഗികളും കാണാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാറുണ്ട്. പൊതുവെ ഇതിനെ നമ്മൾ പെരിഫറൽ ആർട്ടിക്കൽ ഡിസീസ് എന്ന് പറയും. നമുക്ക് ഹാർട്ടിലെ ബ്ലോക്കുകൾക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന പോലെ ഈ കാലിലേക്ക് വരുന്ന ബ്ലോക്കുകൾക്ക് നമ്മൾ പെരിഫറൽ ആർട്ടിക്കൽ ഡിസീസ് എന്നാണ് പറയുന്നത്. എല്ലായിടത്തും എന്തായാലും രക്തക്കുഴലാണ്. അപ്പം നമുക്ക് കൊളസ്ട്രോളിന്റെ അസുഖം ഉണ്ടെങ്കിലോ, പ്രഷറിന്റെ അസുഖം ഉണ്ടെങ്കിലോ, കൊളസ്ട്രോളിന്റെ അസുഖം ഉണ്ടെങ്കിലോ, ഷുഗറിന്റെ അസുഖം ഉള്ളപ്പോഴെല്ലാം രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്കുകൾ കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് ഇത്. അത് കാലിലേക്കോ അല്ലെങ്കിൽ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആംപ്യൂട്ടേഷൻ പോലത്തെ ഗുരുതരാവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, അപ്പോൾ ഈ പേഷ്യന്റിന് ഇങ്ങനെ വരുന്ന, ഇപ്പോൾ പ്രമേഹ രോഗത്തിൽ വരുന്ന ആ ഒരു ബ്ലോക്കുകൾ വരുന്ന സമയത്ത് ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ അവർക്ക് നേരത്തെ അറിയാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നടക്കുമ്പോൾ ഒരു നെഞ്ച് വേദന വരുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു കതപ്പ് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഹാർട്ടോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെന്ന് നമുക്ക് തോന്നൽ വരും. എന്നുപോലെ തന്നെ നമുക്ക് ഈ പെരിഫറൽ ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടത്തിൽ കുറവ് വരുമ്പോൾ നമുക്ക് വരുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമുക്ക് നടക്കുമ്പോൾ വരുന്ന കാലിലേക്ക് വരുന്ന കഴപ്പ്. നമുക്ക് കുറച്ച് നടക്കുമ്പോൾ ഈ വേദന കാരണം നമുക്ക് നിൽക്കേണ്ടി വരുന്നു, കുറച്ചിട്ട് നിൽക്കുമ്പോൾ അത് വേദന മാറുന്നു, വീണ്ടും നടക്കുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനത്തെ ഒരു വേദനയുണ്ട്. നമ്മൾ അതിനെ ക്ലോഡിക്കേഷൻ, ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ എന്നാണ് പറയുക. അതാണ് ഒരു ലക്ഷണം. പിന്നെ പലപ്പോഴും നമുക്ക് ഇതിനേക്കാൾ നമ്മൾ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്കൊരു മുറിവ്, കാലിൽ മുറിവുണ്ട്. പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു മുറിവ് വരും, ആ മുറിവ് ഉണങ്ങത്തില്ല. സാധാരണ മുറിവ് ഒരാഴ്ചക്കകത്ത് ഉണങ്ങുന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ആഴ്ചകളും മാസങ്ങളും എടുക്കും മുറിവ് ഉണങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞിരിക്കുകയാണെന്ന്. ഇതിൻ്റെ കൂടുതൽ നമ്മൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മളതിനെ ക്രിട്ടിക്കൽ ലിംബ് ഇഷ്കീമിയ എന്ന് പറയും. അത് വളരെ രക്തോട്ടം വളരെ കുറഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ലെഗ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രിട്ടിക്കൽ ലിംബ് ഇഷ്കീമിയ എന്ന് പറയും. അതായത് കാലിലെ കോശങ്ങളിലേക്ക് ബ്ലഡ് ഒട്ടും കിട്ടാതെ വരുമ്പോൾ സിവിയർ ആയിട്ടുള്ള പെയിൻ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ പെയിൻ കാരണം രോഗിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അതുപോലെ കാലിലെ കളർ വ്യത്യാസം വരുന്നത്, ചിലപ്പോൾ ഒരു കറുത്ത കളറിലോട്ട് മാറും. അത് ആ രക്തോട്ടം പോയിട്ട് ആ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നത് കാണിക്കുന്നതാണ് അങ്ങനെ വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് വീണ്ടും ആ ഇൻഫെക്ഷൻ എല്ലാം വന്ന് ആ രക്തോട്ടം പോയി കഴിയുമ്പോൾ ആ ഒരു ഭാഗം ചിലപ്പോൾ ഒരു വിരലായിരിക്കും, ചിലപ്പോൾ ആ നമ്മുടെ ആംഗിളിന് താഴത്തേക്കായിരിക്കും, ചിലപ്പോൾ മുട്ടിന് താഴത്തേക്കായിരിക്കും, ചിലപ്പോൾ മുട്ടിന് മുകളിലേക്കായിരിക്കും. അത് എവിടം വരെ രക്തോട്ടം ഉണ്ടോ അതിന് അവിടെ അത്ര ഭാഗമായി നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ കാലിലേക്കുള്ള ഇതിൻ്റെ ഇടിപ്പ് അല്ലെങ്കിൽ പൾസ് നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഡോപ്ലർ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, നമുക്ക് ഡോപ്ലർ സ്കാനുണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് താഴത്തേക്കുള്ള രക്തോട്ടം, കാലിലേക്ക് രക്തോട്ടം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകൾ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്ക് എല്ലാം മാറ്റുന്ന പോലെ തന്നെ കാലിലേക്ക് ഈ ബ്ലോക്ക് നമുക്ക് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഹാർട്ടിൻ്റെ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ് ചെയ്യുന്ന പോലെ കാലിലെ രക്തോട്ടം നമുക്ക് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വരത്തില്ല. പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ആ ബ്ലോക്ക് കൂടാതിരിക്കാനുള്ള പല മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ ഇത് കൂടുതൽ ഒരു മൂർധന്യ അവസ്ഥയിലൂടെ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. പക്ഷേ ഇനി ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തിൽ നിന്നും കൂടാതെ അല്ലെങ്കിൽ ആംപ്യൂട്ടേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ്, നമ്മളോട് ചെയ്യുന്നുണ്ട്. മെഡിസിൻ കൊണ്ട് മാറ്റാൻ സാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ?
ഇതിന്റെ എല്ലാ ആൾക്കാർക്കും നമുക്ക് ഈ ബ്ലോക്ക് മാറണമെന്നില്ല. അപ്പോൾ ചെറിയ ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് കൂടാതിരിക്കാനായിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാം. ആ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഷുഗർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ രക്തയോട്ടം കൂട്ടാനുള്ള ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. ഈ മെഡിസിൻസ് കഴിക്കുക, പിന്നെ മുറിവും കാര്യങ്ങളൊന്നും വരാതെ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ രക്തം കട്ടുപിടിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. നമുക്ക് പലപ്പോഴും ചിലപ്പോൾ പെട്ടെന്ന് ക്ലോട്ടായിട്ട് അടഞ്ഞു പോയിട്ടായിരിക്കും ചിലപ്പോൾ ഈ രക്തയോട്ടം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഈ ബ്ലോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റുന്നതിന് വേണ്ടിയാണ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഉണ്ടെന്ന് പറയുന്നത്. ഈ കാലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ പലർക്കും വേരിക്കോസ് വെയിൻ ആണ് എല്ലാവർക്കും അറിയാം. വെയിൻ ഇങ്ങനെ പൊങ്ങി വരുന്നതായതും പിടഞ്ഞ് കിടക്കുന്നതായതും നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ചിലപ്പോൾ അത് വേരിക്കോസ് വെയിൻ ആണെന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ ഇത് വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ വെയിൻ്റെ പ്രോബ്ലമാണ്. ഇത് നമ്മൾ സംസാരിക്കുന്ന ധമനികളുടെ പ്രോബ്ലമാണ്. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് താഴത്തേക്ക് എത്തുന്ന ആ ധമനിയിൽ അടവ് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആംപ്യൂട്ടേഷൻ പോലത്തെ ചികിത്സ ഒരു ഗുരുതരാവസ്ഥയിലോട്ട് നമുക്ക്. അപ്പോൾ രോഗികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ആ കാലുകൾക്ക് ഉണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള കാലുകളുടെ വേദന. പിന്നെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലിലെ കളർ വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ നമ്മൾ നോർമൽ കളർ മാറിയിട്ട് ഒരു കറുത്ത കളറിലായിട്ട് വരിക, നൈറ്റ് എല്ലാം രാത്രി സമയങ്ങളിലുള്ള അസഹ്യമായ വേദന, പിന്നെ മുറിവ് ഉണങ്ങാതിരിക്കുക. പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു മുറിവ് വന്നിട്ട് നമ്മൾ ഒരു യൂഷ്വലി എടുക്കുന്ന ടൈമിനേക്കാൾ കൂടുതൽ ആ മുറിവ് ഉണങ്ങാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഒരു പക്ഷേ രക്തോട്ടം കുറവായിരിക്കും. ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് നമുക്ക് രക്തോട്ടം കുറവാണോ നോക്കുന്ന ടെസ്റ്റുകൾ നോക്കിയിട്ട് രക്തോട്ടം കുറവാണെങ്കിൽ നമ്മളത് പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ ഇൻഫെക്ഷൻ കൂടാനും, ഈ കാല് മുറിച്ച് മാറ്റുന്നത് മാത്രമല്ല, ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് സെപ്റ്റിസീമിയ, സെപ്സിസ് ഒക്കെ പറയുന്ന ബ്ലഡിലേക്കൊക്കെ ഇൻഫെക്ഷൻ കയറിയിട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിലൊക്കെ പോകാറുണ്ട്. അതൊക്കെയാണ് ഈ പ്രമേഹ രോഗികൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ലൈഫ് സ്റ്റൈലിലും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംപുറ്റേഷൻ ഒഴിവാക്കി അല്ലേ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ പിന്നീട് ആവുമ്പോൾ ഇവർക്ക് മെഡിസിനും ഒന്നും ഇല്ലാതെ നോർമൽ ലൈഫിലേക്ക് പോകാൻ മെഡിസിൻ ഇല്ലാതെ എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷുഗറിന്റെ ഡയബറ്റീസിന്റെ അസുഖം കൊണ്ട് നമുക്ക് മെഡിസിൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നില്ലോ. നമുക്ക് കൺട്രോൾ ചെയ്തത് അപ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് കൺട്രോൾ ചെയ്ത് വെച്ച് അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലോട്ട് പോകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ആംപുറ്റേഷൻ മാറ്റി അല്ലേ ഹെൽത്തി ആയിട്ട് എങ്ങനെ പോകാം. നമ്മുടെ കൈകാലുകളാണ്, നമുക്ക് എപ്പോഴും സുരക്ഷിതമായി വെക്കേണ്ടതാണ്, നമുക്ക് ആവശ്യമുള്ള ഒരു അവയവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതെല്ലാം കീപ്പ് ചെയ്ത് പോവുക. എനിവേ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.